ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പാനിപൂരി കേട്ടോ. കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഇന്നാണ് ഇപ്പോൾ അതിന് പറ്റിയത്. അപ്പോൾ ഇന്നത്തെ പാനിപൂരിക്കുള്ള വെജിറ്റബിൾസൊക്കെയാണ് കേട്ടോ ഇത്. ഒരു പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക്, ഉള്ളി, പുതിനയില, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും. ഇതൊക്കെയാണ് കേട്ടോ ആവശ്യമുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തുകയാണ്. പിന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് പുതിനേൻ്റെ ഇല, മല്ലിച്ചപ്പ്, പിന്നെ മുളകും, ഒരു പീസ് ഇഞ്ചിയും, കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് 3 ഉരുളക്കിഴങ്ങും കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ 3 എടുത്തുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ കണക്കിനനുസരിച്ച് എടുക്കുക, എത്ര എടുക്കണോ അതിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ മല്ലിച്ചപ്പും ഉള്ളിയും നല്ലപോലെ അരിഞ്ഞെടുത്തുക്കണം. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതാ വെന്ത് വന്നിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. കൈ കൊണ്ട് എടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. നമ്മളിപ്പോൾ സ്പൂൺ കൊണ്ടാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉള്ളിയും, പിന്നെ മല്ലിച്ചപ്പും, ഉപ്പും, പിന്നെ കുറച്ച് മുളക് പൊടിയും, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താണ്. പിന്നെ നമുക്ക് പുളിവെള്ളം വേണം കേട്ടോ. അതിന് കുറച്ച് പുളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കാണിച്ചിട്ടില്ല. ഈ ഒരു ബോൾസൊക്കെ നമ്മൾ ആദ്യം പൊരിച്ച് വെച്ചതാണ്. ഇനി നമ്മൾ അതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് നടുവൊന്ന് പൊട്ടിച്ച് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പൊട്ടാറ്റോൻ്റെ മിക്സും അതിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ അതിനാവശ്യത്തിനുള്ള ഇടുന്നത് കുറച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് പുതിന വെള്ളം പിന്നെ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ആദ്യം ഞാൻ പുതിനേൻ്റെ വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 മുളകൊന്നും ഇടേണ്ട ആവശ്യമില്ല. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒന്നിട്ടാൽ മതി. നമ്മൾ 2 ഇട്ടപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് 2 ഒഴിച്ച് കൊടുത്തു. ലാസ്റ്റ് നമ്മൾ കുറച്ച് മിക്സറും കൂടി അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ പാനിപൂരി ഇവിടെ റെഡി ആയിരിക്കുന്നത്. ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ വേറെ ഒരാൾക്കാട്ടോ കൊടുത്തത്. അപ്പോൾ ഏതായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.